എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് മേടം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2024 വ്യാഴമാറ്റം, അതായത് 1 മെയ് 2024 മുതൽ വ്യാഴം മേടം രാശിക്കാർക്ക് 2ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്, ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴത്തിന്റെ 2ാം ഭാവസ്ഥിതി മേടം രാശിക്കാർക്ക് എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. മേടം രാശിയിലെ 2.25 നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം അടങ്ങിയതാണ്. 2ാം ഭാവം എന്ത് ഭാവ? വാക്ക്, വിദ്യാധന അല്ലെ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലും തൊഴിൽപരമായ കാര്യങ്ങളിലും സാമ്പത്തികമായ വിഷയങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതായ ഒരു സമയം തന്നെയായിട്ട് പറയണം. എന്നാൽ 12ാം ഭാവാധിപതി നഷ്ടഭാവത്തിന്റെ ആധിപത്യം വെച്ച് വ്യാഴാണ് 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വന്ന ധനം നിലനിർത്താൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ നേരിട്ടു എന്നും വരാം. എന്നിരുന്നാലും നിലവിലെ കടബാധ്യതകളൊക്കെയും തീർക്കാൻ സാധിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. വീട് വെക്കാനും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യാനും സാധിക്കും ഈ കാലഘട്ടത്തിൽ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ നടത്തിയിട്ടുള്ള ആൾക്കാർക്കും ഈ കാലഘട്ടത്തിൽ നല്ല റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഹയർ സ്റ്റഡീസിനായിട്ടൊക്കെ അധിക ധനം ചിലവഴിക്കേണ്ടിയായിട്ട് വരാം. അതായത് ഡൊണേഷൻ കൊടുത്തൊക്കെ അഡ്മിഷൻ വാങ്ങേണ്ടിയായിട്ടൊക്കെ വരാം. എന്നാൽ 9ാം ഭാവാധിപതിയായ ഗ്രഹമാണ് 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിർത്താനും അതുപോലെ തന്നെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നതായ ഒരു സമയമാണ്. അതുകൊണ്ട് എൻട്രൻസ് ഒക്കെ എഴുതുന്ന കുട്ടികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം ഒക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. അധിക ധനം ചിലവഴിക്കാതെയുള്ള മാർഗങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ എക്സാം, അതായത് എന്തുകൊണ്ട് അധിക ധനം ചെലവഴിക്കേണ്ടി വരാമെന്ന് പറയാൻ കാരണം 9ാം ഭാവാധിപതിക്ക് 12ാം ഭാവാധിപതി നഷ്ടഭാവത്തിന്റെ ആധിപത്യം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഭാവന ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ. വാക്കുകൾ സ്ഫുടവും കാര്യപ്രസക്തവും ശ്രോതാവിന് ആസ്വാദ്യകരവും വ്യക്തവും ആകർഷകവും സഭ്യവും ശുദ്ധവുമായിട്ടുള്ള വാക്കുകളായിരിക്കും ഈ കാലഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? 2ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് തന്നെയാണ്. വ്യാഴം ജ്ഞാനത്തിന്റെ കാരകത്വം ഉള്ളതാണ് അല്ലേ വ്യാഴം. അതുകൊണ്ട് തന്നെ നമ്മുടെ പറയുന്ന വാക്കുകളിൽ നമ്മുടെ ബുദ്ധിയും ബോധവും ഒക്കെ ബുദ്ധിയോടും ബോധത്തോടും കൂടിയായിരിക്കും നമ്മൾ സംസാരിക്കാൻ സാധിക്കുന്നതെന്ന് പറയാൻ കഴിയും. നമ്മുടെ വാക്കുകൾ ശുദ്ധമായാലും വ്യക്തമായാലും അതിനൊരു ബോധത്തോടെ സംസാരിച്ചാൽ തന്നെയും ജീവിതത്തിന്റെ പകുതിയിലധികം പ്രശ്നങ്ങളും നമുക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലായാലും തൊഴിൽപരമായ മേഖലയിലായാലും പഠനത്തിലായാലും ധാരാളം അഭിവൃദ്ധി, നല്ല റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതായ ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് പറയാൻ സാധിക്കും. ചില പ്രൊഫഷന്റെ ഭാഗമായി തന്നെ ശുദ്ധമായ ഭാഷയിലൂടെ സംസാരിക്കണമെന്ന് നിബന്ധനയുള്ള പ്രൊഫഷൻസ് ഉണ്ട് അല്ലെ. അത് ഏതൊക്കെയാണ്? ടെലികോളർ, ന്യൂസ് റീഡേഴ്സ്, ടീച്ചേഴ്സ്. ഇവർക്കൊക്കെയും കൊളോക്കിയൽ ലാംഗ്വേജ്, അത് എസ്പെഷ്യലി ട്രിവാൻഡ്രം ലാംഗ്വേജ് ഒക്കെ കയറി വന്നാൽ എങ്ങനെ ഇരിക്കുന്നു ചിന്തിച്ചു നോക്കെ. അങ്ങനെ കൊളോക്കിയൽ ലാംഗ്വേജ് ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷൻ കൊളാവും എന്നുള്ളതാണ് സത്യം. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. കാരണം ഞാൻ ട്രിവാൻഡ്രം ആണ്, എൻ്റെ സ്വദേശം ട്രിവാൻഡ്രം മലയങ്കീഴാണ്. അവിടെ വളരെ ഗ്രാമപ്രദേശമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവിടെ മെജോറിറ്റിയും നല്ല ശുദ്ധമായ ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. സുരാജ് വെഞ്ഞാറമൂട് പറയുന്ന പോലെയുള്ള ഭാഷയൊന്നും അല്ല സംസാരിക്കുന്നത്. എന്നിരുന്നാലും അവിടെ കൊളോക്കിയൽ ലാംഗ്വേജ് പറയുന്ന ധാരാളം വ്യക്തികളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്, അത് BEd കഴിഞ്ഞ ആളാണ്. പക്ഷെ ടീച്ചിങ് പ്രൊഫഷനോ അല്ലെങ്കിൽ ടെലികോളർ ജോബോ ഒന്നും ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഇല്ല. കാരണം ശുദ്ധമായ ഭാഷയല്ല. അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ഇല്ല. അത്തരത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തികളും ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു കോൺവെർസേഷനിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ ഒരു ഫലം പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം പോയി, ആ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളും ഈ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 1 മെയ്ക്ക് ശേഷം നല്ല രീതിയിൽ ഭാഷാശുദ്ധിയോടുകൂടി കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും വ്യക്തവും ശക്തവുമായ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതായ ഒരു കാലഘട്ടമാണ് അല്ലേ. മാത്രമല്ല ജീവൻ, അങ്കിരസ്, സുരഗുരു, വാക്പതി, ജോക്ക്, ഇത് 5ഉം വ്യാഴത്തിന്റെ പര്യായ പദങ്ങളാണ്. അതായത് വാക്പതി എന്നാൽ സ്വാധീന വാക്കുള്ളവൻ എന്നാണ് അർത്ഥം. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനം ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടിയത്? അറിവോടെയും വിവേകത്തോടെയും സംസാരിക്കാനുള്ള ഒരു ബേസിക് ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവണം അല്ലെ. ജീവോ ജ്ഞാനസുഖേ എന്നാണ് പറയുന്നത്. അതായത് ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം എന്നാണ് വ്യാഴത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ വ്യാഴത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ജ്ഞാനാണ്.
അതായത് അറിവും ബോധവും ബുദ്ധിയും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നതായ ഒരു സമയമാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ഒക്കെ നന്നായി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയാം. മാനേജ്മെന്റ്, സ്കൂളിൽ, കോളേജ് ഇതിലൊക്കെയും ഡൊണേഷൻ കൊടുത്ത് ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ കാലഘട്ടം അനുകൂലം തന്നെയാണ്. എന്തുകൊണ്ടാണ്? 9ാം ഭാവം എന്ന് പറയുന്നത് ഗുരുക്കന്മാരുടെ ഒരു ഭാവം അല്ലെ. അതുതന്നെ 9ാം ഭാവാധിപതിക്ക് 12ാം ഭാവാധിപത്യം ഉള്ളത് കൊണ്ടും 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും തന്നെയാണ് ഈ ഒരു കണക്ഷനും പറഞ്ഞത്. മാത്രമല്ല അത് 2ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മഭാവത്തെയും 9ാം ഭാവാധിപതി കർമ്മഭാവത്തെയും വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അധിക ധനം ചെലവഴിച്ച ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾക്കും, അത് എസ്പെഷ്യലി ടീച്ചേഴ്സിനും, കാരണം ടീച്ചർ എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ടാണ്? ഗുരുവാണ്. ഗുരു എന്ന് വെച്ചാൽ ടീച്ചർ അല്ലേ. വ്യാഴത്തിന്റെ മറ്റൊരു പേരാണ് ഗുരു. ഗുരു എന്ന് വെച്ചാൽ ടീച്ചറാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ആൾറെഡി ഡൊണേഷൻ കൊടുത്തിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടും അപ്രൂവൽസോ സാലറിയോ ഇതുവരെയും അപ്രൂവൽസും സാലറിയോ ഒന്നും കിട്ടാതിരിക്കുന്ന വ്യക്തികൾക്കും മെയ് മാസത്തിന് ശേഷം അപ്രൂവൽസും പെൻഡിങ് സാലറിയും ഒക്കെ റിലീസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. സാഹിത്യം, കഥ, കവിത ഇതിലൊക്കെ താല്പര്യമുള്ളവർക്കും നിയമ വിദ്യാർത്ഥികൾക്കും ലിറ്ററേച്ചർ മെയിൻ ആയിട്ട് പഠിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് ഈ ഒരു കാലഘട്ടം. കൃത്യവും വ്യക്തവുമായ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ. അഡ്വക്കേറ്റ്സിനും ടീച്ചേഴ്സിനും വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഏത് സബ്ജക്റ്റിലായാലും മാസ്റ്റേഴ്സും PhDയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രാവൽ ആൻഡ് ടൂറിസം, ക്യാബിൻ ക്രൂ, ഹ്യൂമൻ റിസോഴ്സസ്, MSW യാത്രയിലൂടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് അതൊക്കെയും കഴിയുന്നതായ ഒരു സമയമാണ്. ആന്ത്രപ്പോളജി, യോഗ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഈ കാലഘട്ടം വളരെ അനുകൂലമായിട്ട് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോയി പഠിക്കാൻ സാധിക്കും. കാരണം ഈ പറഞ്ഞ സെയിം കണ്ടീഷൻ കൊണ്ട് തന്നെയാണ്. 9ാം ഭാവപതിയാണ് കർമ്മഭാവത്തെ വീക്ഷിക്കുന്നത്. അറിവും കഴിവും പൂർണ്ണമായി തൊഴിൽ മേഖലയിൽ ഉപയോഗിച്ചാൽ സക്സസ് ഉണ്ടാകുന്നതായ ഒരു സമയമാണ്. അക്കാദമിക് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടായിട്ടും ഏതെങ്കിലും കംഫർട്ട് സോൺ നോക്കിയിട്ട് ഇരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. ജോലി മാറാതെയും ജോലിയിൽ പ്രോഗ്രസിനെ പറ്റി ചിന്തിക്കാതെ അങ്ങനെ ഇരിക്കുന്ന ധാരാളം വ്യക്തികൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്കും ഈ കാലഘട്ടത്തിൽ പൊസിഷൻ വൈസും സാലറി വൈസും ഗ്രോത്ത് ഉണ്ടാവാനും വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായ ഒരു സമയമാണ്. മെഡിക്കൽ പ്രൊഫഷണൽസ്, ടീച്ചേഴ്സ്, മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, പ്രൊക്യൂർമെന്റ്, ലീഗൽ അഡ്വൈസേഴ്സ്, ലോജിസ്റ്റിക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ട്രാവൽ ആൻഡ് ടൂറിസം, ട്രാവൽ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു 100% അവർക്ക് കരിയർ പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായ ഒരു സമയം തന്നെയാണ്. പക്ഷെ 9-2 ഭാവം നോളജുമായി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള 2 ഭാവങ്ങളാണ് അല്ലെ. 9ാം ഭാവപതിയല്ലേ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് വളരെയധികം അതായത് ഈ പറയുന്ന പ്രോഗ്രസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസം കൂടെ അവിടെ, അതായത് ഹയർ നോളജ് അവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. 9ാം ഭാവപതി കർമ്മഭാവത്തെ വീക്ഷിക്കുമ്പോൾ ഭാഗ്യവും അറിവും അച്ഛന്റെയും ഗുരുക്കന്മാരുടെയും ഗൈഡൻസും അനുഗ്രഹവും ഈ കാലഘട്ടത്തിലെ പുരോഗതിയുടെ പ്രധാന കാരണമായിട്ട് നമുക്ക് പറയണം. ഹയർ നോളജിൽ നിന്നും കരിയർ പ്രോഗ്രസ് തീർച്ചയായും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പോലീസ്, പട്ടാളം, ക്യാബിൻ, സൈബർ സെക്യൂരിറ്റി, മുനിസിഫ്, മജിസ്ട്രേറ്റ് എക്സാമിനേഷൻസ്, അതുപോലെ SI ടെസ്റ്റ്, ജയിലുമായിട്ട് റിലേറ്റഡ്, ജയിൽ വാർഡൻ അങ്ങനെയൊക്കെയുള്ള ജയിലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേക്കൻസീസ് അതിൻ്റെയൊക്കെ ടെസ്റ്റൊക്കെ ഫസ്റ്റ് മെയ് 2024 ശേഷമുള്ള 11 മാസത്തിനുള്ളിൽ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ എക്സാംസ് ഒക്കെ പഠിച്ച് നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള മേഖല, ഞാൻ ആ പറഞ്ഞ മേഖലയിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള മേഖലയെ പറഞ്ഞത്? അതായത് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ്, പട്ടാളം, സൈബർ സെക്യൂരിറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ. അതായത് അതുമാത്രം എൻ്റെ ലോ ആൻഡ് ഓർഡറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതായത് ദണ്ഡ നേതൃത്വ ശക്തി എന്നാണ് 2ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ജോലി ഒക്കെ കിട്ടാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിലുണ്ടെന്ന് പറയാൻ കാരണം. മേടം രാശിയിൽ ധാരാളം അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന വ്യക്തികളോടെ ഉണ്ടാവാം. എന്തുകൊണ്ടാണ്? ചന്ദ്രഭവനാധിപതിയായ ഗ്രഹം ചൊവ്വയാണ്.
കർമാധിപതിയായ ഗ്രഹം ശനിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ധാരാളം അധികാര സ്ഥാനങ്ങളിലും വളരെ ഉത്തരവാദിത്വം ഉള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവാം എന്നുള്ളതാണ്. എതിർത്ത് ജയിക്കാൻ കഴിയുന്നവർ, മറ്റുള്ളവരിൽ എതിർത്ത് ജയിക്കാൻ, അതായത് ഒരു അഡ്വക്കേറ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിനെ പോലെ ഒരു ജഡ്ജിനെ പോലെ അങ്ങനെ എതിർത്ത് ജയിക്കാനായിട്ട് അല്ലെങ്കിൽ ശക്തമായ ഭാഷയിലൂടെയോ ശക്തമായ നിലപാടുകളിലൂടെയോ ഒക്കെ അങ്ങ് ജയിക്കാൻ സാധിക്കുന്നതായ വ്യക്തികളാണെന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. അച്ഛന് ധനപരമായ അഭിവൃദ്ധി വിദേശത്ത് നിന്നോ ദൂരദേശത്ത് നിന്നോ ഉണ്ടാകാം. കുടുംബ സ്വത്ത് ഭാഗം വെച്ച് കിട്ടാനുള്ള സാധ്യതയും അത്തരത്തിലൊക്കെ സാഹചര്യമുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഫാമിലി ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് 6, 8, 9, 10, 12 ഭാവങ്ങളുമായി ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ. അത് മാത്രമല്ല 6, 8, 12 ഭാവങ്ങൾ അനിഷ്ട ഭാവങ്ങളായതിനാൽ സ്വന്തം ആരോഗ്യകാര്യത്തിലും അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാവണം എന്നുള്ളതാണ്. ദീർഘനാളെ എന്തെങ്കിലും കേസോ വഴക്കോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതായ ഒരു സമയമാണ്. ഭക്തി ഉണ്ടാവും ഈ സമയത്ത്. കുടുംബത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു കാലഘട്ടമായിരിക്കും. സംഘടനാ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, ക്ഷേത്രങ്ങളുടെയോ ആരാധനാലയങ്ങളുടെയോ ഒക്കെ ഭാരവാഹിത്വം, ചാരിറ്റി, ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ താല്പര്യവും അല്ലെങ്കിൽ അതിലൊക്കെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാമെന്ന് പറയാൻ കഴിയും. പൊതുവിൽ മേടം രാശിക്കാർക്ക് കുടുംബത്തിനകത്ത് ഒരുപാട് ജ്യേഷ്ഠത്വം എന്ന് പറയും മേടം രാശിക്കാർ. അതായത് കുടുംബത്തിനകത്ത് ഇപ്പൊ ജ്യേഷ്ഠനായാലും അനുജനായാലും ഒക്കെ തന്നെയും ആ കുടുംബത്തിനകത്തുള്ള സർവത്ര ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നിന്ന് അതിന് ധനത്തിനൊന്നും അധികം പ്രാധാന്യം കൊടുക്കാതെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബേസിക് ക്യാരക്ടർ അവർക്കുണ്ട് എന്നുള്ളതാണ്. മെയ് മാസം കഴിയുമ്പോൾ സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ കുടുംബത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതായ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാവും എന്നുള്ളതാണ്. അത്തരത്തിലൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവുമെങ്കിലും സ്വന്തം നിലനിൽപ്പിനായിട്ടുകൂടെയുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ്. ഇപ്പൊ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രൊജക്ട്സ് കിട്ടാതെയൊക്കെ വിഷമിക്കുന്നവർ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നവർ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത ഉള്ള ഒരു 100% ജോലി സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ്. അത് കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് നിങ്ങളുടെ ഹോറോസ്കോപ്പ് കൂടെ ചെക്ക് ചെയ്യുക. കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ജോലിക്ക് അഭിവൃദ്ധിയുള്ളതായ ഒരു സമയമാണ്. മൈഗ്രേഷനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാർക്കും PR-ന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ് ഈ 2024, എസ്പെഷ്യലി ഫസ്റ്റ് മെയ് 2024 ശേഷമുള്ള കാലഘട്ടം എന്ന് പറയാൻ കഴിയും. എല്ലാവരുടെയും ചിന്താഗതി ഇനി വരുന്ന സമയം നല്ലതാണോ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവുമല്ലേ. പക്ഷേ ഞാൻ ഇപ്പോൾ അടുത്തൊരു മെസ്സേജ് കണ്ടു, വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടു. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നല്ല കാലം എന്നൊരു ടാഗ് വെച്ചൊരു, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു സെന്റൻസ് ആണ്. അതായത് നല്ല കാലം എന്നൊരു ടാഗ് വെച്ചൊരു കാലം വരില്ല. നമുക്കൊരു മോശം കാലം ഉണ്ടാവുമ്പോഴാണ് പോയ കാലഘട്ടം നല്ലതായിരുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് അല്ലേ. അത് സത്യമാണ്. ഓരോ നിമിഷവും നമ്മൾ നല്ലതാകാനുള്ള പ്രയത്നവും ആസ്വദിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാകണം. ഇപ്പൊ നല്ല കാലം എന്ന് ഇപ്പൊ അടുത്ത് വരുന്ന സമയം നല്ല കാലഘട്ടം വരൂ എന്നുള്ളൊരു പ്രതീക്ഷയല്ല, മറിച്ച് ഓരോ നിമിഷവും നല്ലതാക്കി എടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം, പ്രയത്നം ഉണ്ടാവണം, ഓരോന്നും ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലവും നല്ലത് തന്നെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല കാലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.